ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഇംഗ്ലീഷ് വിത്ത് SC. നമ്മളിപ്പോൾ പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ക്ലാസ്സിലൂടെയാണല്ലോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നൗൺ, പ്രോനൗൺ മുതലായ കാര്യങ്ങൾ നാം മുമ്പുള്ള ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട, അതായത് പെട്ടെന്ന് നമുക്ക് സംസാരിക്കാൻ പഠിക്കാൻ ഗ്രാമർ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഒന്നിച്ചെങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്നുള്ള ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നൗണും പ്രോനൗണും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരു പേരായ നാമമാണ് നൗണ്. അതിന് പകരം ഇപ്പം രാജു എന്നതിന് ഹി എന്ന് പറയുമ്പോൾ അത് പ്രോനൗണാണ്. ഷീല എന്നതിന് പകരം ഷീ എന്ന് പറയുമ്പോൾ അത് പ്രോനൗണാണ്. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ഈ നൗണിനെയും പ്രോനൗണിനെയും വിശേഷിപ്പിക്കാൻ, അതായത് ഇപ്പം ഞാൻ പറയുവാണ് ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ, ലീല ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ലീല ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞപ്പം ലീല സുന്ദരിയായ പെൺകുട്ടിയാണ്. ലീലയ്ക്ക് പകരം ഞാൻ ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞപ്പോൾ അവൾ ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ലീലയായാലും അല്ലെങ്കിൽ ഷീലയായാലും അല്ലെങ്കിൽ അവൾ എന്ന് പറഞ്ഞാലും ഞാൻ അവളെ വിശേഷിപ്പിക്കാൻ ഒരു പദം ഉപയോഗിച്ചു. ഏതാണത്? നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കൂ. ബ്യൂട്ടിഫുൾ ആണ് അല്ലേ? ഈ ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹീ ഈസ് എ സ്മാർട്ട് ബോയ്, അവൻ നല്ല ഒരു മിടുക്കനായ കുട്ടിയാണെന്ന് പറയുമ്പോൾ ആ മിടുക്കൻ എന്ന, സ്മാർട്ട് എന്ന പദവുമൊക്കെ നമുക്ക് ഒരു പുതിയ വേർഷനിലേക്കാണ്, അതായത് വിശേഷണം എന്ന ഒരു രീതിയിലേക്കാണ് മാറുന്നത്. അതായത് അതിന് പറയുന്ന പേരാണ് നാമവിശേഷണം അഥവാ അഡ്ജക്റ്റീവ്. എന്താണ്? ഒരു കാര്യത്തെ അതായത് ഒരാളെ വിശേഷിപ്പിക്കാൻ വേണ്ടി ആ നാമത്തെ, അതായത് അയാളുടെ അല്ലെങ്കിൽ ആ പ്രോനൗൺ അല്ലെങ്കിൽ നൗണിൻ്റെ ആ ആളിൻ്റെയോ വസ്തുവിൻ്റെയോ ഗുണത്തിനെയോ അവരുടെ എണ്ണത്തെയോ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ പറയുന്ന വാക്കാണ് അഡ്ജക്റ്റീവ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഷീല ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഇവിടെ ബ്യൂട്ടിഫുൾ എന്താണ്? വിശേഷണമാണ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവാണ്. മാധവ് ഈസ് എ സ്മാർട്ട് ബോയ്. സ്മാർട്ട് എന്താണ്? ഇവിടെ അഡ്ജക്റ്റീവാണ്. അപ്പോൾ നമ്മളിവിടെ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഈ ഓരോ നൗൺ അല്ലെങ്കിൽ പ്രോനൗൺസിനും നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ് കൊടുക്കാം. അതായത് അഡ്ജക്റ്റീവ്സ് തന്നെ പല രീതിയിലുണ്ട്. ഇപ്പം നമ്മൾ പറയണ ഞാൻ ഇപ്പോൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി, അതായത് ഒരാളുടെയോ ഒരു സാധനത്തിൻ്റെയോ ഒക്കെ ക്വാളിറ്റിയെ കാണിക്കാൻ വേണ്ടി, ക്വാളിറ്റി അല്ലെങ്കിൽ കൈൻഡ് ഓർ കണ്ടീഷൻ ഓഫ് ദ നൗൺസിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി. ഇപ്പം നാം പറയാണ് രാജു ഈസ് എ ഗുഡ് അത്ലറ്റ്. രാജു നല്ലൊരു താരമാണ്, കളിക്കാരനാണ്. എന്താണ് അവിടെ? ഗുഡ് എന്ന് പറയുന്നത് രാജുവിൻ്റെ ക്വാളിറ്റിയെ കാണിക്കുകയാണ്. ഓക്കെ, അപ്പം ഇവിടെ ഒരാളുടെ ക്വാളിറ്റിയെ എടുത്ത് പറയാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി. എന്നാൽ ഇപ്പം ഞാൻ പറയാണ് ഷീ ഡ്രാങ്ക് എ ലിറ്റിൽ കോഫി. അവൾ കുറച്ച് കോഫി കൊടുത്തു. ഇവിടെ ഈ ലിറ്റിൽ എന്ന പദത്തിന് കുറച്ചെന്നാണ്. അതെന്താണ്? അത് ക്വാണ്ടിറ്റിയാണ്. അതായത് ഒരു സാധനത്തിൻ്റെ അളവിനെ കാണിക്കുകയാണ്. അപ്പോൾ ഈ അളവിനെ കാണിക്കുമ്പം അല്ലെങ്കിൽ ഒരു തുകയെ കാണിക്കുമ്പോൾ അങ്ങനെയുള്ള അഡ്ജക്റ്റീവിന് പറയുന്ന പേരാണ് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി. ഇപ്പോൾ നമ്മൾ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി പഠിച്ചു. ഇപ്പോൾ രണ്ടാമതായിട്ട് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി. ഹി ഡസ് നോട്ട് ഹാവ് മച്ച് ടൈം. അവന് കുറേ സമയമില്ല. അതായത് മച്ച് എന്നത് ഒരു ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഷി ഡ്രാങ്ക് ലിറ്റിൽ കോഫി. അവൾ കുറച്ച് കോഫിയെ കുടിച്ചുള്ളൂ. ആ ലിറ്റിൽ എന്താണ്? അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റിയാണ്. എന്നാൽ ഇങ്ങനെ തന്നെ അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന 1, 2, 3 ഇതെല്ലാം എന്താണ്? അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പറാണ്. ഇല്ലെങ്കിൽ നമുക്ക് പറയാം ഹി ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ഇൻ ദ ക്ലാസ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇതൊക്കെ എന്താണ്? അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പറാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ക്ലാസ്സുകൾ വളരെ ഷോർട്ടൻ ചെയ്താണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുകയും വേണം, എന്നാൽ ഇത് സ്പോക്കൺ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാനും പറ്റണം. ഇത് രണ്ടുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ളത് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവാണ്. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ
ഇപ്പോൾ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇപ്പം നമ്മൾ പറയണം ദിസ് മാൻ ഈസ് വൈസർ, നല്ല ബുദ്ധിയുള്ള ഒരാളാണ് ഈ ആൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ അതാണ് ഡെമോൺസ്ട്രേഷൻ എന്ന് വെച്ചാൽ എടുത്ത് കാണിക്കുക എന്നാണ്. ഓക്കെ, ദോസ് പിക്ചേഴ്സ് ആർ ബ്യൂട്ടിഫുൾ, ആ പിക്ചേഴ്സൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ആ പിക്ചേഴ്സ്, അപ്പം ദീസ്, ദാറ്റ്, ദീസ്, ദോസ്, ഇതെല്ലാം എന്താണ്? ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. എന്നാൽ രണ്ടോ അതിൽ കൂടുതലോ ആളുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓരോന്നിനെയും എടുത്ത് പറയാനായിട്ട്, അതായത് പ്രത്യേകമായോ ഒറ്റയ്ക്കായോ ഒക്കെ പരിഗണിക്കുന്നതിന് വേറൊരു അഡ്ജക്റ്റീവാണ് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്. അതായത് ഇപ്പോൾ പറയാണ് ഈ എവ്രി ബോയ് വാസ് ഗിവൺ എ യൂണിഫോം, ഓരോ കുട്ടിക്കും, അവിടെ നമ്മൾ എല്ലാ കുട്ടികളും എന്നല്ല, ഓരോ കുട്ടിക്കും എവ്രി ബോയ് വാസ് ഗിവൺ എ യൂണിഫോം, ഒരു യൂണിഫോം കൊടുത്തു എവ്രി ബോയ്. പിന്നെ നെയ്തർ എനി ചാർജ് ഹാസ് ബീൻ പ്രൂവ്ഡ്, നെയ്തർ ചാർജ് ഹാസ് ബീൻ പ്രൂവ്ഡ്, ഒരു കുറ്റവും അവിടെ തെളിയിച്ചില്ല. നെയ്തർ, എയ്തർ, എവരി, ഈച്ച്, ഇതൊക്കെ എന്താണ്? ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് ആണ്. അപ്പം ഇപ്പോൾ നമ്മൾ എത്ര അഡ്ജക്റ്റീവ്സ് പറഞ്ഞാൽ നോക്കൂ. അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി, ക്വാളിറ്റിയെ കാണിക്കാൻ; അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റിയെ കാണിക്കാൻ; അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ; ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ്, ഡെമോൺസ്ട്രേറ്റീവ് എന്ന് പറയുമ്പോൾ ഡെമോൺസ്ട്രേറ്റ് അത് ചൂണ്ടിക്കാണിക്കുകയാണ്, ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. എന്നാൽ ഡിസ്ട്രിബ്യൂട്ടീവ് വരുമ്പോഴോ എടുത്ത് പറയാൻ, അതായത് എവരി, ഈച്ച്, നെയ്തർ, എയ്തർ, ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് ആണ്. എന്നാൽ ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ് ഉണ്ട്. ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ക്വസ്റ്റ്യൻ വേർഡ്സ്. ഹൂസ് ബുക്ക് ഈസ് ദിസ്, ഇവിടെ വാട്ട്, വിച്ച്, വേർ, വെൻ എന്നൊക്കെയുള്ള ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ്. വാട്ട്, വിച്ച്, ഹൂസ് എന്നൊക്കെ എടുത്ത് ക്വസ്റ്റ്യനായിട്ട് ചോദ്യരൂപത്തിൽ ചോദിക്കുന്ന, അതായത് ഓരോ നാമപദങ്ങളോട് കൂടി ചോദിക്കുന്ന എന്താണ്? അഡ്ജക്റ്റീവ്സ് ആണ് ഇൻറ്ററോഗേറ്റീവ്. ഇപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് എ മാൻ ഈസ് ഹി, വിച്ച് ബസ് ഷാൾ വി ക്യാച്ച്, ഹൂസ് ബുക്ക് ഈസ് ദിസ്, ഇങ്ങനെയൊക്കെ എടുത്ത് ചോദിക്കുന്ന ആ ഒരു അഡ്ജക്റ്റീവ്, ചോദ്യരൂപങ്ങളിൽ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവാണ് എന്ത്? ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ ഏതൊക്കെ രീതിയിലുള്ള അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പോൾ നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ വിശേഷിപ്പിക്കുക എന്ന് പറയുമ്പം ഹീസ് എ ടാൾ ബോയ്, ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ, അനില ഈസ് വെരി ഗുഡ്, ജിയോ ഈസ് എ പ്രൗഡ് മാൻ, ഇങ്ങനെ നാമമാവാം അല്ലെങ്കിൽ എന്താണ്? പ്രോനൗൺ ആവാം, നൗൺ ആവാം, പ്രോനൗൺ ആവാം. ഇതിനെ എടുത്തു പറയാൻ വേണ്ടി, വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏതൊക്കെ കൈൻഡ്സാണ് നമ്മളിപ്പോൾ പഠിച്ചത്? അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി, അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി, അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ. ഈ അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പറിൽ തന്നെ ഡെഫിനിറ്റ് അഡ്ജക്റ്റീവ്സും ഇൻഡെഫിനിറ്റ് ന്യൂമർ, അതായത് ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു അവിടെ 1, 2, 3, സെക്കൻഡ്, തേർഡ് എന്ന് പറയുന്നത്, അത് രണ്ടുമാണ് അതിനകത്ത് പറയേണ്ടത്. ഓക്കെ, ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പം ദിസ്, ദാറ്റ്, ദോസ് എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആകുമ്പോഴോ അവിടെ ഓരോന്നിനെയും എടുത്ത് കാണിക്കുന്നത്, അതായത് ഈച്ച്, എവരി, നെയ്തർ എന്നുള്ളത്. എന്നാൽ ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആകുമ്പോൾ അവിടെ ചോദ്യരൂപങ്ങളാണ്, ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ കടന്നുകൂടുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന എക്സസൈസ് എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ നൽകുന്ന സെൻറ്റൻസുകളിൽ ഏത് ടൈപ്പ് അഡ്ജക്റ്റീവാണ് അല്ലെങ്കിൽ ഇതിലെ അഡ്ജക്റ്റീവ് ഏതാണ്, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. അതാണ് നിങ്ങളുടെ ഇന്നത്തെ എക്സസൈസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദോസ് പിക്ചേഴ്സ് ആർ ബ്യൂട്ടിഫുൾ. Second, such a thing should not be repeated. Third question, give me some salt. Give me some salt. All the wheat is over. Okay. He is the second one in the row. ROW row. He is the second one in the row. Third question, I could not get any praise. Any praise. Next, what kind of a man is he? What kind of a man is he?
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനിൽ നിങ്ങൾ അഡ്ജക്റ്റീവ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഒപ്പം തന്നെ ആ അഡ്ജക്റ്റീവ്സ് ഏത് ടൈപ്പ് അഡ്ജക്റ്റീവ് ആണെന്ന് കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലാസ് മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ എന്നുകൂടി നിങ്ങൾ പ്രത്യേകമായി കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.